Hi all, Darsana Academy, റീനീറ്റ് എക്സ്റേ ഫിസിക്സ് ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ റീനീറ്റിന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ പോയിന്റ് ചാർജ് Q ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ക്യാവിറ്റി വിത്തിൻ എ സോളിഡ് ഐസൊലേറ്റഡ് കണ്ടക്ടിങ് സ്പിയർ. കൺസിഡർ points A, B and C shown in figure, where the magnitude of the electric field are EA, EB and EC respectively. The point B and C are at the same distance from the center of the solid sphere. The correct option. അപ്പോൾ ഈ സോളിഡ് സ്പിയർ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റാലിക് സോളിഡ് സ്പിയർ ആണ്. അതിന് ഇൻസൈഡിൽ ഒരു ക്യാവിറ്റിയിലാണ് ഒരു പോയിന്റ് ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടീഷനിൽ അവിടെ ഇലക്ട്രോൺസ് ഇൻഡ്യൂസ് ചെയ്യുകയും ആ ക്യാവിറ്റിക്ക് ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആവുകയും ചെയ്യുന്നു. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും അതിൻ്റെ ഇൻസൈഡിലെ എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇനി അതേ സമയത്ത് തന്നെ അതിൻ്റെ ഔട്ട്സൈഡിൽ പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഔട്ട്സൈഡിൽ ഇതൊരു യൂണിഫോം സ്പിയർ ആയതുകൊണ്ടും ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഔട്ട്സൈഡിൽ ചാർജുകൾ കൊണ്ടായിരിക്കുക. സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് സിയിലേക്കും ബിയിലേക്കും. അപ്പോൾ ആ രണ്ട് പോയിന്റുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും ബിയിലെ ഇലക്ട്രിക് ഫീൽഡും സിയിലെ ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ പിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ റീനീറ്റിന് അവിടെ വന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ എ ഫിക്സ്ഡ് യൂണിഫോംലി ചാർജ്ഡ് ഇൻസുലേറ്റിംഗ് സ്പിയർ വിത്ത് എ റേഡിയസ് R ആൻഡ് ടോട്ടൽ ചാർജ് +Q. എ പോയിന്റ് ചാർജ് -Q. ആ -Q +Qവിനേക്കാൾ വളരെ വളരെ ചെറുതാണ്. വിത്ത് മാസ് M ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3R ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ചാർജ്ഡ് സ്പിയർ. വെൻ ദി പോയിന്റ് ചാർജസ് റീച്ചസ് ദ സർഫസ് ഓഫ് ദി സ്പിയർ, വാട്ട് ഈസ് ഇറ്റ്സ് സ്പീഡ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്പിയർ, ആ സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആ സ്പിയറിൽ നിന്ന് ഇത്തിരി ദൂരെയായി 3R ഡിസ്റ്റൻസ് അകലെ ഒരു -Q ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്പിയറിൻ്റെ ചാർജ് +Q ആണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഇങ്ങനെ ഈ +Q -Qവിനെ അട്രാക്റ്റ് ചെയ്യുകയും ഈ വലിയ സ്പിയറിൻ്റെ സർഫസിലേക്ക് ആ -Q വരുന്ന സമയത്ത് സർഫസിനോട് അടുക്കുന്ന സമയത്ത് എത്രയായിരിക്കും അതിൻ്റെ വെലോസിറ്റി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന ആ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ എനർജി കൺസർവ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാവുന്ന റിലേഷൻഷിപ്പ് ഇനിഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ എനർജി എന്നാണ്. അപ്പോൾ ഇനിഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഫൈനൽ എനർജി ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടെ കൈനറ്റിക് എനർജി ½ എന്ന് നമുക്ക് എടുക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Q×V എന്ന് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഓരോന്നായിട്ട് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ചാർജ് -Q ഇൻറ്റു ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ 1/4πε0 ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് 3R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി ½ mv². ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി -Q ഇൻറ്റു ആ പോയിന്റിലെ സ്പിയറിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 1/4
4 pi epsilon 0 ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. നമുക്ക് ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ക്യൂവും രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ആറും കോമൺ ആയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് 1 മൈനസ് 1/3 എന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുവാനായിട്ട് സാധിക്കും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2/3 ആണ്. അപ്പോൾ 2 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ 4 × 3 12 pi epsilon 0 ആർ എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മുടെ എമ്മിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം, ആ 2വിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 കിട്ടും. എഗെയിൻ 2 ആയിട്ട് കട്ട് ചെയ്താൽ ഡിനോമിനേറ്ററിൽ 3 കിട്ടും. ദെൻ ഫൈനലി സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്, പൈ എപ്സിലോൺ 0 ഉണ്ട്, എം ഇൻറ്റു ആർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വെലോസിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇതിന് മാച്ച് ആവുന്ന വെലോസിറ്റി എന്ന് പറയുക. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.